ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിതാട്ടാ ചോറുണ്ടാകാൻ പോവാണ്. മീനാണ് കൂട്ടാൻ മീനാണ് മത്തി. അപ്പോൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞാനിന്നൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഒരു നൊസ്റ്റാൾജിയ വരും കേട്ടോ. അതൊക്കെ കണ്ടാൽ എനിക്കങ്ങനെയാണ്. ഞാനിന്ന് എന്തൊക്കെയോ തിരയണ സമയത്ത് അൽമാരയുടെ ഉള്ളിൽ കണ്ടതാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു രസമല്ല അതൊക്കെ കാണുന്നത്. അപ്പോൾ അതിനായിട്ടതാ ചോറ് ഉണ്ടാണ്. ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെളിയിൽ വന്നിരുന്നിട്ട് മത്തിക്കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ടാണ്. കുറേ ദിവസമായി മീൻ വാങ്ങിക്കണില്ല, പച്ചക്കറി ആയിരുന്നു. അപ്പോൾ ഇന്ന് ഒക്കെ പോയിട്ട് മീൻ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ടൊന്ന് കഴിച്ചിട്ട് ഞാൻ സംഭവം എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോഴേക്കിനും നിങ്ങൾ ഗസ് ചെയ്യുക എന്താ സംഭവം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ആമാടപ്പെട്ടി തുറന്നിട്ടുണ്ട് കേട്ടോ. ഇക്കപ്പുറത്ത് ഒരു ദിവാൻ ഇട്ടിട്ടുണ്ട്. അതിൽ വെളിയിൽ നല്ല ചൂടാണെന്ന് പറഞ്ഞപ്പോൾ വെളിയിൽ ദിവാൻ ഇട്ടിട്ട് അതിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ റംസാൻ മേലെ കയറി എന്തൊക്കെയോ കളിക്കുകയാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു സൈഡിലിരുന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ കുറേ ഇപ്പോൾ എപ്പോഴും നമ്മളിതൊന്നും നോക്കില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കങ്ങനെ നമ്മൾ എന്തെങ്കിലും സംഭവങ്ങൾ തിരഞ്ഞിട്ട് കാണാണ്ടായാൽ അത് പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിൽപ്പെടും. അപ്പോൾ നമ്മൾ ആ ഒരു തിരയുന്ന സംഭവങ്ങളൊക്കെ അവിടെ മാറ്റി വെക്കും. എന്നിട്ട് നമ്മൾ ഇതെടുത്ത് നോക്കും അല്ലേ. എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്കറിയാം കേട്ടോ. അപ്പോൾ നമുക്കത് പ്രത്യേക ഒരു ഫീലാണ് അതൊക്കെ കാണുമ്പോഴേ. കാരണം നമ്മൾ 10-15 എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 10-15 കൊല്ലമായി. അതിന് ആ സമയത്തുള്ള ഒരു ഞാനും ഇപ്പോഴത്തേയും കൂടിയിട്ട് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ അത് തോന്നുക. ഇത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ളൊരു ഫോട്ടോയാണ് ഇത്. കണ്ടില്ലേ, ഈ ചെറിയ കുട്ടിയായിട്ട് നിൽക്കുന്നത് എൻ്റെ മാമാൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വ്യത്യാസം നിങ്ങൾ നോക്കിക്കോ. ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ്സ് ചെയ്യട്ടോ, അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എൻ്റെ ഇവിടെ വീടിരിക്കുന്നതിൻ്റെ ആ തറയുടെ ഫോട്ടോ ആയിരുന്നു അപ്പുറത്ത് കണ്ടത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരുപാട് ടൂറ്, ഹണിമൂണ് അങ്ങനെയൊന്നും കല്യാണം കഴിഞ്ഞ ശേഷമൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ഇക്കാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ പോത്തുണ്ട് ഡാം. ഇക്കാൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ പാലക്കാട്ടിൽ പ്രശസ്തമായ ഒരു ഡാമാണ് കേട്ടോ. അറിയാത്തവർക്കാണ് ഞാൻ പറയണത്. കൂടുതലും എല്ലാവർക്കും അറിയുമായിരിക്കും. നെല്ലിയാമ്പതി ആ ഭാഗത്താണ്. നെല്ലിയാമ്പതിക്ക് ഈ ഒരു പോത്തുണ്ട് ഡാമൊക്കെ കഴിഞ്ഞിട്ടാണ് നെല്ലിയാമ്പതി കയറുക. അപ്പോൾ ഒരാഴ്ച കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവിടുന്ന് പോത്തുണ്ട് ഡാമിലേക്ക് നമ്മൾ ഈ ഫോട്ടോ ഷൂട്ടിന് വേണ്ടി വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി വന്നിട്ട് ആ സമയത്ത് എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. കണ്ടില്ലേ, എനിക്ക് കാണുമ്പോൾ തന്നെ ചിരി വരും. എൻ്റെ വീട്ടുകാരൊക്കെ പറയും, എന്താണ് നീ എന്ത് കഴിച്ചിട്ടാണ് ഇമാതിരി വണ്ണം വെച്ചത് ചെറുപ്പത്തിൽ. ഇത് ഞങ്ങളുടെ ഇക്കാൻ്റെ വീട്ടിൽ കടയുണ്ടായിരുന്നു, ചെറിയൊരു പെട്ടിക്കട കേട്ടോ. അപ്പോൾ വാപ്പ മരിച്ചു. അപ്പോൾ മരിക്കാത്ത സമയത്ത് ഞങ്ങളെടുത്താണ് ആ ഫോട്ടോ. കണ്ടില്ലേ, കഴുത്തൊക്കെ നീണ്ടിട്ട് എന്തോ പോലെ ഉണ്ട്. ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് എൻ്റെ ഈ കണ്ടില്ലേ തടിച്ചിട്ട് നിൽക്കുന്നത്, തടിയായിട്ട് ഈ നിൽക്കുന്ന ഫോട്ടോകളൊക്കെ എൻ്റെയൊക്കെ ഗൾഫിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ ശേഷം പോയിട്ടുണ്ടായിരുന്നു ഗൾഫിലേക്ക്. അപ്പോൾ എടുത്തതാണ്. അതിൽ നല്ല തടി ഉണ്ടായിരുന്നു, ഒക്കെയും തടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മെലിഞ്ഞതാണ്. അപ്പോൾ കണ്ടില്ലേ, 2 ആൾ നന്നായി മെലിഞ്ഞ ആൾക്കാരായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഉണ്ണിനെ പ്രസവിച്ച ശേഷവും കുറച്ച് മെലിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഇച്ചുകൂട്ടനെ പ്രസവിച്ച ശേഷമാണ് ഞാൻ തടി വെച്ചത്. ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് കല്യാണത്തിന് നമ്മളിങ്ങനെ പെണ്ണൊക്കെ നോക്കാൻ വരുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുമല്ലേ ഫോട്ടോ, ആ സമയത്ത് എടുത്താണ്. ഇത് പിന്നെ ഇച്ചുകൂട്ടനും റസലും ചെറുതായിരിക്കും സമയത്ത്. അപ്പോൾ റംസാനില്ല. അപ്പോൾ ഇച്ചുകൂട്ടൻ നല്ല ബൊംബ്ലിയായിരുന്നു, ഒരു നല്ല തടിയുള്ളൊരു കുട്ടിയായിരുന്നു. ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കില്ല അവളിപ്പോഴേ. അപ്പം അങ്ങനെയും മെലിഞ്ഞതാണ്. അവളുടെ ആ വലിയ കുട്ടിയായിട്ടുള്ള ഇപ്പോഴത്തെ പ്രായമുള്ള ഫോട്ടോ നോക്കി അറിയാം, നല്ല മെലിഞ്ഞിട്ടാണ്. ഈ സമയത്ത് നല്ല തടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയിൽ കൂടെ കുട്ടിൻ്റെയൊക്കെ മറിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് ഒന്നും സെറ്റ് ചെയ്ത് വെച്ചില്ല. അതാണിപ്പോൾ വലിയ വന്ന മിസ്റ്റേക്ക്. അപ്പോൾ ഇതല്ലേ, ഗൾഫിലൊക്കെ ഉള്ള സമയത്തൊക്കെ നല്ല തടി ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, അത് എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. അപ്പോൾ ഇത് ആൽബമായിട്ട് സെറ്റായിട്ട് അവിടെ വെക്കണം എന്ന് വിചാരിക്കും. ഓരോരോ സമയത്ത് ഇങ്ങനെ വിചാരിക്കും. പിന്നെ ഇങ്ങനെ സമയം പോകും. പിന്നെ റസൽ ചെറുതായിട്ട് ഉള്ള സമയത്ത് 6 മാസം കുട്ടിയായിരിക്കുന്ന സമയത്ത് ഗൾഫിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇക്കാക്ക് അവിടെ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോ ആണ് അത്.
ഈ ഫോട്ടോയും ആ ഫോട്ടോയും ഞാൻ താരതമ്യം ചെയ്ത് നോക്കുമായിരുന്നേ. കണ്ടില്ലേ, നല്ല തടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത്. ഈ ഒരു ഫോട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ്, ആ ഒരു ഫോട്ടോ. പിന്നെ കുട്ടിൻ്റെ ഫോട്ടോകളാണ്. പിന്നെ ഒരുപാട് ഫോട്ടോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ഫോണിൽ എടുക്കണ കാരണം നമ്മളിങ്ങനെ ഫോട്ടോ ആയിട്ട് എടുത്ത് സൂക്ഷിക്കാറില്ല ഇപ്പോൾ ആരും അല്ലേ. പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് റസലിൻ്റെ, എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേക്ക് ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് എടുത്തതാണ്, 1 വയസ്സിൻ്റെ സമയത്ത്. അപ്പം ഇതിൽ നാത്തൂൻ്റെ മക്കളൊക്കെ ചെറുതാണ് കേട്ടോ. ഇപ്പോൾ അവിടെ അതിൽ കാണുന്ന ഓരോ കുട്ടികളുടെയൊക്കെ കല്യാണം കഴിഞ്ഞു, അത്രയും ഡിഫറൻസ് ആയി. അപ്പം എന്നാൽ അവർക്ക് 5 വയസ്സ് 4 വയസ്സ് ആ സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ 15 കൊല്ലമായപ്പോൾ പിന്നെ ആയല്ലോ കല്യാണമൊക്കെ കഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അവരൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഉമ്മയുണ്ട്, പിന്നെ എൻ്റെ ഇക്കാൻ്റെ അനിയനാണ്, വാപ്പയുണ്ട്. റസൽ ശരിക്കും റംസാനെ പോലെ തന്നെ ഉണ്ടാവും ചെറുതിൽ അല്ലേ. പിന്നെ എന്താ എൻ്റെ ഉമ്മ, അവിടെ അമ്മയുണ്ട്, പിന്നെ നാത്തൂനുണ്ട്. റസൽ ചെറുതായിരിക്കുന്ന ആ സമയത്തും ഞാൻ അത്രയ്ക്ക് തടിയൊന്നുമില്ല. ദേഷ്യം വന്നിട്ടൊക്കെ കിടക്കുകയാണ്, അവന് ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ അവൻ്റെ ഓരോരോ കുസൃതികൾ നല്ല രസമായിരുന്നു കേട്ടോ അന്ന് ആ സമയത്ത് കാണാൻ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോഴാണ് അതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും, ഒരുപാട് സന്തോഷവും ചിലപ്പോൾ സങ്കടമൊക്കെ വരും. ഇപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. ആ 1 വയസ്സിൻ്റെ ബർത്ത്ഡേ സമയത്തൊക്കെ ഗൾഫിലായിരുന്നു. അപ്പോൾ അല്ലാണ്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കിയപ്പോൾ ഫോട്ടോ കാണുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫോട്ടോകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ പറയാട്ടോ. അന്ന് ഞാൻ നന്നായി മെലിഞ്ഞ ഒരാളായിരുന്നു ആ കല്യാണത്തിൻ്റെ ആ സമയത്തുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ വ്യത്യാസങ്ങൾ. എല്ലാവരും അതേപോലെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു, എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി പഴയ ഫോട്ടോകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് കേട്ടോ. അത്രയാണ് ഞാൻ വിചാരിച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ കണ്ടൻ്റായിട്ട് ഞാൻ വരാട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.